നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പാക് പ്രധാനമന്ത്രി. ചെന്നൈക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം, അന്വേഷണത്തിന് NIA-യും. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. DCC ട്രഷററുടെ ആത്മഹത്യ, K സുധാകരൻ്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ VS പ്രത്യേക ക്ഷണിതാവ്. ADGP മനോജ് ബർഹാമിന് DGP-ആയി സ്ഥാനക്കയറ്റം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്. നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരു അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണ്, ഷഹബാസ് ഷരീഫ് പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച അടക്കമുള്ള നയതന്ത്ര നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. പാക് മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലാണ് ഷഹബാസ് ഷരീഫിന്റെ പ്രതികരണം. പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ദുരന്തം ഈ നിരന്തരമായ കുറ്റപ്പെടുത്തൽ കളികളുടെ മറ്റൊരു ഉദാഹരണമാണ്. ഇത് അവസാനിപ്പിക്കണം. ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ ഏത് അന്വേഷണത്തിലും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്, ഷഹബാസ് ഷരീഫ് പറഞ്ഞു. വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാതെയുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി സംബന്ധിച്ചും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ജലം പാകിസ്ഥാൻ്റെ ഒരു സുപ്രധാന ദേശീയ താൽപ്പര്യമാണ്. എന്ത് വില കൊടുത്തും എല്ലാ സാഹചര്യങ്ങളിലും അതിൻ്റെ ലഭ്യത സംരക്ഷിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും ഷഹബാസ് പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെട്ട ജലം തടയാനോ കുറയ്ക്കാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമത്തിനും പൂർണ്ണശക്തിയോടെ മറുപടി നൽകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അതിൻ്റെ പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാൻ സായുധസേന പൂർണ്ണമായി പ്രാപ്തരും സജ്ജരുമാണെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. സൈന്യത്തിനൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. സമാധാനമാണ് നമ്മുടെ മുൻഗണന, പക്ഷേ അത് ഞങ്ങളുടെ ബലഹീനതയായി കണക്കാക്കരുത്, ഷഹബാസ് പറഞ്ഞു. പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ MGS നാരായണൻ 92 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചുനാളുകളായി കോഴിക്കോട്ടെ മലാപ്പറമ്പിലുള്ള വസതിയായ മൈത്രിയിൽ വിശ്രമ ജീവിതം വരവെ ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. ഇന്ത്യൻ അക്കാദമി ചരിത്ര മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തുകയായിരുന്ന MGS ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി മുറ്റായിൽ നാരായണി അമ്മയുടെയും ഡോക്ടർ PK ഗോവിന്ദൻ മേനോന്റെയും മകനായി 1932 ഓഗസ്റ്റ് 20-നാണ് MGS ജനിച്ചത്. പരപ്പനങ്ങാടിയിലും പൊന്നാനി MV സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് സാമൂതിരി കോളേജിലും ഫാറൂഖ് കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഉന്നത ബിരുദം ബിരുദാനന്തര ബിരുദ പഠനങ്ങൾ പൂർത്തിയാക്കി. 1ാം റാങ്കോടെ ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ ശേഷം 22-ാമത്തെ വയസ്സിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 28-ാമത്തെ വയസ്സിൽ UGC ഫെലോഷിപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണം ആരംഭിച്ചു. പഴയ ലിപികളും ഭാഷകളിലും MGS പ്രാവീണ്യം നേടുന്നത് പ്രൊഫസർ ഇളകുളം കുഞ്ഞംപിള്ളയുടെ സഹായത്തിലാണ്. പുരാലേഖ്യങ്ങളും തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളും പുരാവസ്തു പഠനങ്ങളും ആധാരമാക്കി AD 9 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ അധികരിച്ച് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിന് PhD ലഭിച്ചു. നീണ്ട 12 വർഷക്കാലം കൊണ്ട് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിൽ അച്ചടിക്കുന്നത് പിന്നെയും 20 വർഷങ്ങൾ കഴിഞ്ഞാണ്. ഡോക്ടറേറ്റ് ലഭിച്ചതിനു ശേഷം കേരള സർവകലാശാലയുടെ കോഴിക്കോട് പഠന കേന്ദ്രത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി ജോലി പ്രവേശിച്ച MGS പിന്നീട് പഠന കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായപ്പോൾ ചരിത്ര വിഭാഗം അധ്യക്ഷനായി. പ്രൊഫസർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, ഫാക്കൽറ്റി ഡീൻ തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 1976 മുതൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു. വിവിധ ചുമതലകൾ വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി സഹകരിച്ച് അനവധി ചരിത്ര പ്രാധാന്യമുള്ള പ്രൊജക്ടുകൾ നേതൃത്വം വഹിച്ചു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. കേരള ചരിത്രം, തമിഴക ചരിത്രം, പ്രാചീന ഭാരതീയ ചരിത്രം, ചിത്രരചനാ പദ്ധതി എന്നീ മേഖലകളായിരുന്നു MGS പ്രധാനമായും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. പതിറ്റാണ്ടുകളുടെ അധ്യാപന പരിചയത്തിൽ 1000-ലധികം ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനേകം ബിരുദാനന്തര ഗവേഷണ
പദ്ധതികൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 200-ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ചരിത്ര ലേഖനങ്ങളെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹം അഭിരുചി വളരെയധികം ഗുണം ചെയ്തിരുന്നു. ചരിത്ര ലേഖനങ്ങൾക്കും പുറമെ കവിതയും ഇഷ്ടമേഖലയായിരുന്നു. ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് ചരിത്രത്തിൽ ചില ഏടുകൾ, കോഴിക്കോടിന്റെ കഥ, കൾച്ചറൽ സിംബോസിസ് ഇൻ കേരള, ആസ്പെക്ട്സ് ഓഫ് ആരിയനൈസേഷൻ ഇൻ കേരള, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ, സർക്കുലർ ജാതിയും സർക്കുലർ മതവും, സാഹിത്യ ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷികയുടെ വഴികൾ, കാഴ്ചകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ആധുനികാന്തര കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സാമൂഹിക ജീവിതം രേഖപ്പെടുത്തിയ ജാലകങ്ങൾക്ക് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മലബാറിനെ പറ്റി വില്യം ലോഗന്റെ കാലശേഷമുള്ള പഠനങ്ങൾ ഉൾപ്പെടുത്തി മലബാർ എന്ന പേരിൽ ഗ്രന്ഥം പ്രസാധനം ചെയ്തു. ഇന്ത്യ ചരിത്ര പരിചയം, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ, സാഹിത്യപരാധകൾ, ജനാധിപത്യവും കമ്മ്യൂണിസവും, കോഴിക്കോടിന്റെ കഥ, സെക്കുലർ ജാതിയും സെക്കുലർ മതവും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഭാര്യ പ്രേമലത, മക്കൾ എൻ വിജയകുമാർ, എൻ വിനയ, മരുമക്കൾ ദുർഗ വിജയകുമാർ, മനോജ്, സഹോദരങ്ങൾ പരേതരായ ദേവയാനി ഗോപിനാഥ്, ജയമണി പണിക്കർ. VS അച്യുതാനന്ദനെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി. ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തും VSന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് VSനെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. വിശ്രമ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ആദരവെന്ന നിലയിൽ കൂടിയാണ് പ്രത്യേക ക്ഷണിതാവാക്കി നിലനിർത്തുന്നത്. 80 വയസ്സു കഴിഞ്ഞവരെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. AK ബാലൻ, പലോളി മുഹമ്മദ് കുട്ടി എന്നിവരെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരുന്നു. പ്രായപരിധിയിൽ ഒഴിവാക്കിയവർക്ക് പരിഗണന നൽകുന്നതിനാണ് പാർട്ടി തീരുമാനം. പ്രായത്തിന്റെ മാനദണ്ഡം മാത്രം പരിഗണിച്ച് നേതാക്കളെ മാറ്റി നിർത്തേണ്ട എന്ന നിലപാടിലേക്കാണ് CPM നീങ്ങുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ കീറിയ റോഡുകളുടെ ശോച്യാവസ്ഥ പരമാവധി വേഗത്തിൽ പരിഹരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനുകളും കേബിളുകളും മറ്റും വലിച്ചതിനു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാറില്ലെന്നും അനുമതി വാങ്ങിയില്ല പലപ്പോഴും പ്രവൃത്തി നടത്തുന്നതെന്നും യോഗത്തിൽ പരാതി ഉയർന്നു. ജില്ലാ കളക്ടർ അഡ്വക്കേറ്റ് വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവരാണ് വിഷയം ഉന്നയിച്ചത്. ജലവിഭവ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കാണിക്കണമെന്നും ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെ ഉൾപ്പെടുത്തി മഴക്കാലത്തിനു മുമ്പ് മണ്ഡലം തിരിച്ച് അവലോകനം നടത്തണമെന്നും നിർദ്ദേശം നൽകി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമി തരം മാറ്റുന്നതിന് സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് താലൂക്ക് തലത്തിൽ അദാലത്ത് മാതൃകയിൽ സംവിധാനം ഒരുക്കണമെന്ന് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി കത്തിലൂടെ ആവശ്യപ്പെട്ടു. എസ്റ്റിമേറ്റ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭ്യമാകാത്തത് കാരണം MLA ഫണ്ടിൽ നിന്ന് നിർദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഫലപ്രവൃത്തികൾക്കും നിശ്ചിത സമയത്തിനകം ഭരണാനുമതി ലഭിക്കുന്നില്ലെന്നും MLA ഫണ്ട് പ്രവൃത്തികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നാടാൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ വനംവകുപ്പിനോട് യോഗം നിർദ്ദേശിച്ചു. ബസ്സിന് പെർമിറ്റ് അനുവദിക്കാത്തത് കാരണം ഗ്രാമീണ മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമാണെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. അടുത്ത 2 മാസത്തിനുള്ളിൽ ബസ് പെർമിറ്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർപ്പാക്കാൻ സാധിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ആർടിഒക്ക് നിർദ്ദേശം നൽകി. കോർപ്പറേഷൻ പരിധിയിൽ ടൗണിൽ മോട്ടോർ വാഹന പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ച് നൽകാൻ ആർടിഒക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പൊതുജനങ്ങൾക്ക് പൊതു ടോയ്ലറ്റ് സൗകര്യത്തിനായി കെട്ടിട നിർമ്മാണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് നിർവഹണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തിയതായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എഞ്ചിനീയർ അറിയിച്ചു. പുതിയ റേറ്റ് റിവിഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രൈസ് സോഫ്റ്റ്വെയർ സാങ്കേതിക ക്രമീകരണം നടക്കുന്നതിനാൽ ടെൻഡർ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് നടപടികൾ അംഗീകരിച്ച 20 ദിവസത്തിനുള്ളിൽ പ്രവൃത്തിയുടെ കരാർ നടപ്പാക്കാൻ സാധിക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പടിയത്ത്, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോഷൻ പക്വാഡ 2025 ജില്ലാതല പരിപാടി സമാപിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പോഷൻ പക്വാഡ 2025 ജില്ലാതല സമാപന പരിപാടി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. RCH ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിൻ അധ്യക്ഷനായി. ആദ്യ
1000 ദിനങ്ങളുടെ പ്രാധാന്യം, കുട്ടികളിലെ അമിതവണ്ണം, ഗുണഭോക്തൃ രജിസ്ട്രേഷൻ, സുരക്ഷിത ഗ്രാമപഞ്ചായത്ത് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കലാകാരന്മാർ നുക്കാത്ത് നാടകം അവതരിപ്പിച്ചു. തുടർന്ന് അംഗനവാടി വർക്കർമാരുടെ വിവിധ കലാപരിപാടികളും പോഷകാഹാര പ്രദർശന മേളയും അരങ്ങേറി. കണ്ണൂർ ചന്ദ്രശേഖർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു, സീനിയർ സൂപ്രണ്ട് അമർനാഥ്, P ഭാസ്കർ, ശിശുവികസന പദ്ധതി ഓഫീസർമാരായ K ജമിനി, M രാജിനി, പോഷൻ അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ CP അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അമ്മമാർ, ദമ്പതികൾ, കൗമാരക്കാർ, അംഗനവാടി പ്രവർത്തകരെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച നേട്ടം. 2024-25 വർഷ കാലയളവിൽ റൂട്ട്സെറ്റിനു സമസ്ത മേഖലയിലും മികച്ച നേട്ടം കൈവരിക്കാനായെന്ന് ജില്ലാതല RCET ഉപദേശക സമിതി ത്രൈമാസ അവലോകന യോഗം വിലയിരുത്തി. അടുത്ത സാമ്പത്തിക വർഷം ബൃഹത്തായ പരിശീലന കർമ്മ പരിപാടികൾ നൈപുണ്യ മേഖലയിൽ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. തളിപ്പറമ്പ് റവന്യൂ ഡെവലപ്മെന്റ് ഓഫീസർ TB രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ രീതിയിൽ പരിശീലന പരിപാടികളും ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പരിശീലനവും നൽകുന്ന റൂട്ട്സെറ്റിയുടെ പ്രവർത്തന മികവിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഉപദേശക സമിതി വൈസ് ചെയർമാനും കാനറ ബാങ്ക് കണ്ണൂർ മേഖല മേധാവിയുമായ അൻഷുമാൻ ഡേ റൂട്ട്സെറ്റിൽ നിന്നുമുള്ള സംരംഭകർക്കായി വായ്പാ സൗകര്യം ഒരുക്കും എന്നും അറിയിച്ചു. സംരംഭകത്വം തുടങ്ങാൻ സാധിക്കാത്തവർക്ക് സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സഹായം ഉറപ്പു നൽകി. യോഗത്തിൽ ഡയറക്ടർ CV ജയചന്ദ്രൻ ത്രൈമാസ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. റെയിൽവേ ട്രാക്കിലെ നട്ടും ബോൾട്ടും അടിച്ച് തീവണ്ടി അട്ടിമറിക്കാനുള്ള ശ്രമം റെയിൽവേ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം ഇല്ലാതാക്കി. ചെന്നൈക്കടുത്തുള്ള തിരുവള്ളൂർ ജില്ലയിലെ തിരുവലങ്ങാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സിഗ്നൽ പോസ്റ്റ് സമീപത്തെ ട്രാക്കിലെ നട്ടുകളും ബോൾട്ടുകളും ഊരി മാറ്റാനുള്ള ശ്രമം വെള്ളിയാഴ്ച പുലർച്ചെ 1:15 നടന്നത്. തുടർന്ന് സിഗ്നലും തകരാറിലാക്കാൻ ശ്രമം നടന്നു. സിഗ്നലിനു സമീപം അട്ടിമറി ശ്രമം നടന്നതിനാൽ ഉടൻ തിരുവല്ലങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ അലാറം മുഴങ്ങി. റെയിൽവേ ജീവനക്കാരെ സംഭവ സ്ഥലത്ത് ഓടിയെത്തി. ആരെയും പിടികൂടാനായില്ലെങ്കിലും ജീവനക്കാർ ഉടൻ സമീപ സ്റ്റേഷനുകളിലേക്ക് വിവരം നൽകുകയും തീവണ്ടികൾ പിടിച്ചിടുകയും ചെയ്തു. ഇതിലൂടെ അപകടം ഒഴിവായി. ട്രാക്കിലെ കേടുപാടുകൾ പരിഹരിച്ച് തീവണ്ടി ഗതാഗതം തുടർന്നു. അട്ടിമറിക്കു ശ്രമിച്ചവരെ പിടികൂടാനായി RPF, റെയിൽവേ പോലീസ്, തമിഴ്നാട് പോലീസ്, NIA എന്നിവർ അന്വേഷണം ആരംഭിച്ചു. വൻ അപകടം നടത്തുകയെന്ന അട്ടിമറിക്ക് ശ്രമം നടന്നതെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു. തിരുവള്ളൂർ ജില്ലയിൽ തന്നെ കവരപ്പേട്ട റെയിൽവേ സ്റ്റേഷനു സമീപം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൈസൂരു ദർഗ് എക്സ്പ്രസ് ലൂപ്പ് ലൈനിൽ നിർത്തിയിട്ട ചരക്കു തീവണ്ടിയിലിടിച്ച് 9 കോച്ചുകൾ പാളം തെറ്റുകയായിരുന്നു. 19 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. പാളത്തിലെ നട്ടും ബോൾട്ടും ഊരിയെടുത്തെന്നാണ് അപകടത്തിനു കാരണമായതെന്ന് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. വയനാട് DCCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ മൊഴിയെടുത്തു. ബത്തേരി പോലീസ് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ശനിയാഴ്ച രാവിലെയോടെയാണ് തോട്ടടിയിലുള്ള K സുധാകരന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ പറഞ്ഞ കാര്യങ്ങൾ കത്ത് മുഖേന K സുധാകരൻ നൽകിയിരുന്നു. കത്ത് കൈമാറിയിട്ടും സുധാകരന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് NM വിജയന്റെ കുടുംബം മുൻപ് ആരോപിച്ചിരുന്നു. പിന്നീട് തനിക്ക് കത്ത് ലഭിച്ച കാര്യം K സുധാകരൻ തന്നെ സമ്മതിച്ചു. കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് NM വിജയൻ പറഞ്ഞതെന്ന് അറിയുന്നതിനായാണ് അന്വേഷണ സംഘം K സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയത്. കത്തിൽ ആരുടെയൊക്കെ പേരാണ് NM വിജയൻ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാനാണ് ശ്രമം. കഴിഞ്ഞ ഡിസംബർ 27 NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയത്. തുടർന്ന് ജനുവരി 6 വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും KPCC പ്രസിഡന്റ് എഴുതിയ കത്തുകളും NM വിജയന്റെ കുടുംബവും പുറത്തുവിട്ടത്. മരണത്തിന് ഉത്തരവാദികൾ കത്തിൽ സൂചിപ്പിച്ചുള്ളവരാണെന്നാണ് വിജയന്റെ കത്തിലുള്ളതെന്നാണ് വിവരം. ADGP മനോജ് എബ്രഹാമിന് DGP ആയി സ്ഥാനക്കയറ്റം.
DGP റാങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായി നിയമനം നൽകി. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് മനോജ് എബ്രഹാം. 1994 ബാച്ച് IPS ഓഫീസറായ അദ്ദേഹം നിലവിൽ വിജിലൻസ് ഡയറക്ടറാണ്. നിലവിലെ ഫയർഫോഴ്സ് മേധാവി K. പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് മനോജ് എബ്രഹാമിന് സ്ഥാനക്കയറ്റം. ഈ മാസം 30-നാണ് പത്മകുമാർ വിരമിക്കുന്നത്. മെയ് 1-ാം തീയതി മനോജ് എബ്രഹാം ചുമതലയേൽക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.